ചേച്ചിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു സിനിമാ കുടുംബമാണ്. അച്ഛൻ അറിയപ്പെടുന്ന നടൻ, പ്രൊഡ്യൂസർ. ആ നിലയിൽ അന്നത്തെ ഒരുപക്ഷെ ഹിന്ദി സിനിമയിലെയും തെലുങ്കിലെയും തമിഴിലെയും ഒക്കെ തന്നെ അന്നത്തെ വലിയ താരങ്ങളൊക്കെ അവിടെ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതാപ കാലഘട്ടമാണ്. ആ കാലത്തെക്കുറിച്ച് ചേച്ചിയുടെ ഓർമ്മകളിൽ ഉണ്ടാവണം. നമ്മളൊക്കെ അപ്പം ചെറിയ കുട്ടികളായിരുന്നല്ലോ. അപ്പോൾ ഇരുന്ന് എനിക്ക് വന്നിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിന്ദി സിനിമയിലിരുന്ന അശോക് കുമാർ അങ്കിൾ ഡാഡിയുടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇൻഫാക്ട് ഡാഡി പപ്പ എന്നാ വിളിക്കാറ് അന്ന്. അപ്പോൾ അശോക് കുമാർ അങ്കിൾ മെഡ്രാസ് വരുമ്പം ആൻറ്റീനെ നമ്മളുടെ വീട്ടിലാക്കിയിട്ട് ഷൂട്ടിങ്ങിന് പോവും. ആൻഡ് ആൻറ്റി അവിടെ ഇരുന്ന് അങ്കിളിനുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യും. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് കുക്കിംഗ് പഠിച്ചത് അങ്ങനെയാണ്, ആൻറ്റി തരുന്നതാണ്. അപ്പം മമ്മിയുടെ കുറേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കുക്കിംഗ് ആയിരുന്നു. അത് നമ്മളത് കഴിച്ച് നമ്മളും അത് തന്നെ. അപ്പം അങ്ങനെ അശോക് കുമാർ അങ്കിളായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ തമിഴിലാണെന്ന് വെച്ചാൽ ശിവാജി മാമ ഇസ് ലൈക്ക് എൻ്റെ ഫാദറിൻ്റെ ഓൾഡർ ബ്രദറിനെ തന്നെ പറയാം. അതുപോലെ നാഗേഷ് അങ്കിളും നാഗേഷ് അങ്കിളൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കൊല്ലം കുറേ നാള് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കായിരുന്നു പണ്ട്. അങ്ങനെ അവര് ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഒരു ഫാമിലി പോലെ തന്നെ. അങ്ങനെ ഞാൻ എന്നിട്ട് സ്കൂളിലിരുന്ന് ചില ദിവസം വരുമ്പം അവിടെ മെഡ്രാസിൽ വന്നിട്ട് ഒരു വലിയ ഹാളായിരുന്നു. അപ്പോൾ വൈകുന്നേരം സ്കൂളിലിരുന്ന് വരുമ്പോൾ അവിടെ ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന മറ്റേ MS വിശ്വനാഥൻ അങ്കിൾ, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ആരൊക്കെയാ വെച്ചാൽ അവരവിടെ ഫുൾ വലിയ ജംകാലൊക്കെ വിരിച്ച് ഫുൾ ഓർക്കസ്ട്ര ഒക്കെ ആയിട്ട് അവിടെ കമ്പോസിങ്. അപ്പം നമ്മളവിടെ സ്കൂളിൽ കഴിഞ്ഞ് വന്നാൽ അതിരുന്ന് കേൾക്കും. അങ്ങനെ ആ ഒരു, അല്ലാതെ നമ്മൾ ഷൂട്ടിംഗ് സ്ഥലത്ത് അങ്ങനെ പോകാറില്ലായിരുന്നു. ഫസ്റ്റ് ഡേ പൂജയ്ക്ക് പോവും, പിന്നെ പ്രിവ്യൂ കാണാൻ. ആ ഇടയിലുള്ള ഷൂട്ടിംഗ് ഇതിന് അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല, ഇൻവോൾവ്ഡ് ഒന്നും അല്ലായിരുന്നു. ഇതിൽ ഏറ്റവും സൗഹൃദം ഉണ്ടായിരുന്ന ആർക്കാ ചേച്ചിക്ക് വ്യക്തിപരമായിട്ട്? ശിവാജി മാമയായിട്ട് ഭയങ്കര അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രഭു, അവരൊക്കെ ഇപ്പോഴും നല്ല ക്ലോസ് ആയിട്ട് തന്നെയാണ്. രജനീകാന്ത് എന്ന് പറയുന്ന ഒരു താരമുണ്ടാകുന്നത് ബില്ല എന്ന് പറയുന്ന ഒരു പടം കൊണ്ടാണ്. ലൊക്കേഷൻ തീ എന്ന് പറയുന്ന പടവും, രണ്ടും തീ എന്ന് പറയുന്ന ഒരു പടമാണ്. രണ്ട് സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. ആ പടം ആണ് ശരിക്കും രജനീകാന്ത് എന്ന് പറയുന്ന ഒരു സൂപ്പർ താരത്തെ സൃഷ്ടിച്ചത്. രണ്ടിന്റെയും നിർമ്മാതാവ് ഉണ്ടായിരുന്നു. എന്നാലും അതിനൊരു വന്നൊരു സിനിമയാണ്. കാരണം അതുവരെ കുറച്ച് പരാജയത്രങ്ങൾ ഉണ്ടാക്കി രണ്ടാമത് വന്നൊരു കയറ്റമായിരുന്നു ബില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് രജനി അവരൊക്കെ വരുമായിരുന്നു, അങ്ങനെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോഴും ഞാൻ സ്കൂളിലായിരുന്നു ആ സമയത്ത്. ബില്ല സമയത്തൊക്കെ ഞാൻ സ്കൂളിലായിരുന്നു. അപ്പൊ സ്കൂൾ കഴിഞ്ഞ് വരുമ്പം അവിടെ കാണും. നമ്മുടെ വീട്ടിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അല്ലാതെ ഡാഡി അന്ന് അപ്പം പാർട്ടീസൊക്കെ ഉള്ളപ്പം വീട്ടിൽ വരും, ഡിന്നറിനൊക്കെ വരും. അങ്ങനെ നല്ലൊരു. ഇപ്പോഴും ഉണ്ടോ രജനീകാന്തുമായിട്ടൊക്കെ ആ സൗഹൃദം? ഇപ്പൊ വന്നിട്ട് ഞാൻ വലിയ രജനി ഫാൻ. അപ്പോൾ ഞാൻ ചേട്ടൻ വന്നിട്ട് ഈയിടയ്ക്ക് ജയിലർ സമയത്ത്, ജയിലറിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എവിടെയോ പോയിരുന്നു. ചേട്ടനൊക്കെ തായ്ലൻഡ് പോയിരുന്നു. ഇൻഫാക്ട് നമ്മളുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആ സമയത്താണ് തായ്ലൻഡ് പോയത്. അപ്പം ആ സമയത്ത് രജനി സാറായിട്ട് ഫോൺ ചെയ്തപ്പം ഞാൻ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു മെഡ്രാസ് വരുമ്പോൾ വീട്ടിലേക്ക് വാ എന്നൊക്കെ. അപ്പം എൻ്റെ എൻഗേജ്മെന്റ് പാർട്ടിന്ന് വന്നിരുന്നു. നമ്മളുടെ ഒരു ബീച്ച് ഹൗസിൽ വന്നിരുന്നു. അന്ന് ചേട്ടനോട് പറഞ്ഞു യോ ക്രേഡിൽ സ്നാച്ചിങ് എന്നൊക്കെ. എന്താ വെച്ചാൽ എന്നെ സ്കൂളിലിരുന്ന് കണ്ടുകൊണ്ട് ചേട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് ഈ ഇടയ്ക്കാണ് സംസാരിച്ചത്, പക്ഷെ അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ നിർമ്മാതാക്കളോട് അത്രയും സ്നേഹവും ബഹുമാനവും ആദരവൊക്കെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ആയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടല്ലോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കസേരയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ താഴെ ബാലാജി പ്രൊഡക്ഷൻ. ഡാഡി എല്ലാം ഒരു സ്ഥിരം ഫോർമാറ്റ് പോലെ എല്ലാം പടത്തിലും, ഡാഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പടത്തിലും ഒരു ചെറിയ റോൾ ഉണ്ട്. താടി വെച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ബില്ലയിൽ തന്നെ DSP റാങ്കിലാണ്. പക്ഷേ താടി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മാറ്റാൻ ശ്രമിച്ചില്ലാത്താണോ അതോ ഇല്ലല്ലേ? എന്തായിരുന്നു അത് കാരണം? പറഞ്ഞില്ലേ, കാരണം അത് ഒരു ആദ്യമൊക്കെ താടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് വെച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു പെർമനന്റ് ഫിക്സ്ചറായി മാറി. അതെ, പിന്നെ അത് മാറ്റിയിട്ടില്ല അല്ലേ? അത് കഴിഞ്ഞ ഇടയിലൊരു എനിക്ക് തോന്നുന്നു ഡാഡിന്റെ ഒരു 70th ബർത്ത്ഡേ ആ സമയത്ത് താടിയൊന്നുമില്ല, വലിയ മീശയായിരുന്നു.
അങ്ങനെയൊക്കെ ഇടയ്ക്ക് മാറ്റും. മോളെ, ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. കെ ബാലാജി എന്ന് പറയുന്ന ഒരു നമ്മൾ പലർക്കും ഇന്നത്തെ തലമുറ എത്ര കണ്ട് എനിക്ക് അറിയുമെന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടക്കം ഈ പറഞ്ഞ പോലെ കഷ്ടം കുറച്ചും കൂടി ഒന്ന് പ്രയാസം. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നു, സ്റ്റുഡിയോയുടെ ഒരു മാനേജർഷിപ്പ് അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നു, അവിടെ നിന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു, പിന്നീട് സിനിമ സംരംഭങ്ങളിലേക്ക് വരുന്നു. അധികവും തെലുങ്ക് ഹിന്ദി സിനിമകളാണ് റീമേക്ക് ചെയ്ത് അദ്ദേഹം. എല്ലാം ഡാഡി ഇന്നുവരെ ചെയ്ത പടം റീമേക്കുകളായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ അന്ന് പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു തമിഴ് ഇൻഡസ്ട്രിയെ മൊത്തവും നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു കെ ബാലാജി എന്ന് പറയുന്ന. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ പടം തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര ക്ലാപ്സാണ്. ഷുവറാണ് അത്. അങ്ങനെയായിരുന്നു ആ നമ്മൾ ഇന്നിപ്പോൾ സത്യനന്ദിക്കാരുടെ സിനിമ പറയുന്ന കണക്കാണ് ആ ഷുവർ ഹിറ്റായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു കാലം ഉണ്ടാക്കിയെടുത്ത ആളാണ്. പക്ഷെ അദ്ദേഹം അത് ആസ് എ പ്രൊഡ്യൂസർ അദ്ദേഹം ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയിലാണ്. അച്ഛൻ എന്ന നിലയിൽ ഈ കൃഷ്ണമചാരി ബാലാജി എന്ന് പറയുന്ന ആൾ എങ്ങനെയുള്ള ആളായിരുന്നു? സോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മേ ബി അത് ഇസ് ഓൾസോ റീസൺ വൈ ഞാൻ എൻ്റെ പിള്ളേർക്ക് അത്ര സ്ട്രിക്റ്റ് ആവാതെ ഇരിക്കാൻ ഒരു റീസൺ ആയിരിക്കാം. ബട്ട് ഡാഡി സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും നമുക്ക് വന്നിട്ട് ഭയങ്കര പറഞ്ഞാൽ ഒരു എങ്ങനെ പറയും, ഇങ്ങനെ ഒരു ഫാദർ കിട്ടാൻ തന്നെ ഇറ്റ്സ് യുനോ നമ്മൾ ബ്ലെസ്ഡ് ആണ്, അങ്ങനെയും പറയാം. ഈവൻ ദോ ഹി വാസ് സ്ട്രിക്റ്റ്, ഡാഡി എപ്പോഴും ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളിന് ഒരു കഷ്ടപ്പാടും ഒന്നും യു ഓൾ ഷുഡ് നോട്ട് ഫേസ് എനിത്തിങ് വാട്ട് ഐ ഫേസ്ഡ്, ആ ഒരു രീതിയിലാണ് വളർത്തുക. ആൻഡ് ഞാൻ ഡാഡിയുടെ പെറ്റായിരുന്നു, ലാസ്റ്റ് ബോൺ ആയതുകൊണ്ട് ബേബി. ആൻഡ് നമ്മൾ വന്നിട്ട് എല്ലാം എത്ര ബിസി ആണെങ്കിൽ ഇപ്പോൾ ഔട്ട്ഡോർ പോയാൽ പറ്റില്ല, ബട്ട് അല്ലെങ്കിൽ ഡാഡിയുടെ ഓഫീസ് നമ്മുടെ വീട്ടിൽ തന്നെ ആ അറ്റാച്ച്ഡ് ആയിരുന്നു. ആൻഡ് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ കൂടെ ഇരിക്കും. ഒരു റൂട്ടീനാണ്. നമ്മൾ വന്നിട്ട് സ്കൂൾ കഴിഞ്ഞ് വരും, ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6:30 വിൽ സിറ്റ് വിത്ത് ഹിം. ഡാഡിയുടെ ഡ്രിങ്ക് ആയിട്ട് ഹിൽ ബി ദെൻ നമ്മൾ കുട്ടികളൊക്കെ വിൽ ബി സിറ്റിംഗ് വിത്ത് ഹിം ആൻഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ച്. സോ ഹി മെയ്ഡ് ടൈം ഫോർ അസ്. അപ്പോൾ ഞാൻ എപ്പോഴും ചേട്ടൻ്റെ പറയായിരുന്നു, കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പം ഞാൻ പറയും, ചേട്ടാ ഇപ്പം യുനോ യു ആർ ബിസി, അതൊക്കെ സമ്മതിച്ചു, ബട്ട് ഈ ഒരു സമയത്താണ് വി ഹാവ് ടു സ്പെൻഡ് ആസ് മച്ച് ടൈം പോസിബിൾ പിള്ളേരുടെ കൂടെ. പക്ഷെ ബിക്കോസ് അവർ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. സോ നമുക്ക് എത്രമാത്രം പറ്റും വി ഹാവ് ടു സ്പെൻഡ്. അപ്പോൾ അങ്ങനെ ഡാഡി വന്നിട്ട് ഹി മേഡ് ഇറ്റ് എ പോയിന്റ് നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. ആൻഡ് ഈ സ്ട്രിക്റ്റ് ആണ് പറഞ്ഞാൽ ഡാഡിന് ലൈക്ക് ഈവൻ പ്രൊഫഷണലി ഓൾസോ എല്ലാവരും പറയും ഡാഡി ഭയങ്കര ഒരു എല്ലാം പങ്ക്ച്വാലിറ്റിയും അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതായിരുന്നു. അതുപോലെ ചില കാര്യത്തില് വിദ്യാഭ്യാസം എല്ലാവർക്കും നിർബന്ധമായിരുന്നു, പഠിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നിർബന്ധമുള്ള. പിന്നെ ഞാനൊക്കെ കുറേ ഉഴപ്പി നടക്കുമായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇപ്പം ടെർമിനൽ എക്സാം ഒക്കെ ഞാൻ ഭയങ്കര ഒരു ഇതായിട്ട് എടുക്കും, സീരിയസ് ആയിട്ടേ എടുക്കില്ലായിരുന്നു. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. ആൻഡ് ഡിഗ്രി ഏതായിരുന്നു? ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ ടെർമിനൽ എക്സാം ഒക്കെ വരുമ്പം ഇങ്ങനെ കുറേ സബ്ജക്ട്സ് ഒക്കെ ഫെയിൽ ആവും അങ്ങനെ. അപ്പം പേരൻറ് ടീച്ചർ മീറ്റിംഗ് വരുമല്ലോ, അപ്പം ഞാൻ മമ്മീത്ത് പറയും. അതും ഞാൻ അന്ന് പറയില്ല, കാറിൽ സ്കൂളിൽ കാർ പിക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ എഴുതും, അമ്മ ഇറ്റ് സീംസ് ഇത്രയും സബ്ജക്റ്റിൽ പൊട്ടി, ആൻഡ് അമ്മ വന്നിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് പേരൻറ് ടീച്ചർ മീറ്റിംഗ് ആണ്, അമ്മ വരണമെന്ന് പറയുന്നു, സോ പ്ലീസ് കം. അപ്പോൾ ആ മമ്മി വന്നിട്ട് റെഡി ആയിട്ട് വരും. പക്ഷേ ടീച്ചേഴ്സ് ആരും കംപ്ലൈൻറ്റ് ഒന്നും പറയില്ല. എന്താ വെച്ചാൽ എല്ലാവരുടെയും മണിയടിച്ച് വെച്ചാൽ ഭയങ്കര ഇതായിട്ട്. അപ്പം എല്ലാവരും പറയാം അവള് പ്ലേഫുള്ളാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് മമ്മി സൈൻ ചെയ്യില്ല റിപ്പോർട്ട് കാർഡ്. ഡാഡിത്ത് പോയി കാണിച്ചിട്ട് വാ, എന്നിട്ട് സൈൻ ചെയ്യാം. ഡാഡിത്ത് പോകുമ്പോൾ അപ്പോൾ സ്കൂളിൽ പോകാൻ മുമ്പ് ഡാഡീനെ പോയി കണ്ടിട്ട് ഞാൻ പറയും, ഡാഡി റിപ്പോർട്ട് കാർഡ്. അപ്പോൾ ഡാഡി നോക്കും, എന്നിട്ട് സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്, ഐ എം ഗിവിങ് യു എ ലോങ് റോപ്പ്, ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ്, നെക്സ്റ്റ് ടൈം. പക്ഷേ നെക്സ്റ്റ് ടൈമും സെയിം ഡയലോഗ് തന്നെയാണ് വരിക. അങ്ങനെ ആ ഒരു ഇതിൽ. പക്ഷേ ഫൈനൽ എക്സാം ആകുമ്പം എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടും. പെൺകുട്ടികളെ പറയാം അച്ഛൻകുട്ടിയാണെന്ന് പറയും. അങ്ങനെ അച്ഛൻകുട്ടിയായിരുന്നു ശരി.
അത് അമ്മ കുട്ടിയായിരുന്നു, അച്ഛൻ. കുട്ടിയായിരുന്നു അല്ലേ? എൻ്റെ ബ്രദറായിരുന്നു എൻ്റെ അമ്മേൻ്റെ എല്ലാം. ഇല്ല, സുരേഷ് ബാലാജി. സുരേഷ് ബാല, സുരേഷ്, സുജാത, സുജിത്ര. അതെ, സുചിത്രയുടെ പേരിലാണ് അച്ഛൻ പ്രൊഡക്ഷൻ കമ്പനി. സുജാത, അതെ, സുജാത സിനിയാസ്. പിന്നെ സുജാത റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. എല്ലാം സുജാതന്റെ പേരിലാണ്. പക്ഷെ സുജാത പറയുന്നത് സുചിത്രയാണ് ഡാഡിയുടെ ഫേവറേറ്റ്. അതെ അതെ, പെറ്റ ഇളയാളായതുകൊണ്ടായിരുന്നു. ഇളയായ, അതെ. അമ്മയെ അധികം ആൾക്കാർക്ക് അറിയില്ല. ആനന്ദവല്ലി പ്യുവർലി മലയാളിയാണ്. ഭയങ്കര ക്വയറ്റും ബിഹൈൻഡ് ദ സീൻ, അങ്ങനെ ഭയങ്കര ലോ പ്രൊഫൈൽ അങ്ങനത്തെ ഒരാളായിരുന്നു. അധികം സംസാരിക്കില്ല. പക്ഷെ വീട്ടിൽ വരുന്നവർക്ക് എല്ലാവർക്കും മമ്മീനെ കാണുമ്പം അവർ പറയാനുള്ളത് ഭയങ്കര, ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ എല്ലാവരും ഓ ഭയങ്കര നല്ല ആളായിരുന്നു അങ്ങനെ. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പറ്റി അങ്ങനെ എങ്ങനെയൊക്കെ നീയൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷെ എൻ്റെ അമ്മ ഞാൻ ഇന്നുവരെ കണ്ട ആൾക്കാരിലൊക്കെ വെച്ച് ഒരാൾ മമ്മി ജീവിച്ചിരിക്കുമ്പോഴും ഒരു മോശം പറഞ്ഞിട്ടില്ല, ഒരു തെറ്റ് പറഞ്ഞിട്ടില്ല, മരിച്ചു കഴിഞ്ഞിട്ടും. സോ അങ്ങനെ ഭയങ്കര ഒരു പ്യുവർ സോൾ. അതിൻ്റെ ഒരു നല്ലൊരു അംശം ചേച്ചിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ ഭാഗ്യം അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാനും ഏതെങ്കിലും ഒരിടത്ത് പോയാലും ഏറ്റവും നോർമലായിട്ട് പോകാനും ഒക്കെ പോയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ആ ഒരു അമ്മ കാണിച്ചു തന്നൊരു പാത, അല്ലെങ്കിൽ അച്ഛൻ ഈ എല്ലാ സൗഭാഗ്യങ്ങളും മക്കൾ അനുഭവിക്കണമെന്ന് പറയുമ്പോഴും അതിൻ്റെ ഇതൊന്നും ഇപ്പോഴും നമ്മൾ ചെയ്ത് കാണാറില്ല. ഞങ്ങൾ കാണുന്നില്ല, പൊതുസമൂഹം കാണുന്നില്ല. പക്ഷേ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ഗുണമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. ആയിരിക്കും. നമ്മൾ വളരുമ്പോഴും അങ്ങനെ അവർ വന്നിട്ട് ഇപ്പം ഞാൻ ഡാഡി ഇങ്ങനെ ഡാഡിന് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നിട്ട് അതൊന്നും ഫേസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തന്നിട്ട് ഒരിക്കലും നമ്മൾ തീർന്ന് വേറൊരാളായിട്ട് എന്താ പറയുക ഈ അങ്ങനെ ഒന്നും നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടും ഇല്ല, നമ്മളുടെ മുമ്പ് അങ്ങനെ ഒന്നും കാണിച്ചിട്ടും ഇല്ല. ആൻഡ് ഡാഡി എപ്പോഴും ഭയങ്കര രണ്ടുപേരും ഭയങ്കര പെർട്ടിക്കുലറായിരുന്നു. ഈവൻ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ കഴിച്ചോ എന്ന് ചോദിക്കണം, നമ്മളെന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫർ ഇറ്റ് ടു ദെം, അങ്ങനെയൊക്കെയാണ് നമുക്ക് ആൻഡ് ഓൾവേസ് നിങ്ങളന്ന് സ്പെഷ്യലാണ്, മറ്റവർ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാവരും തുല്യരാണ്. അങ്ങനെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ടാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ആഹാരം നല്ല ദോഷം ആഹാരങ്ങൾ ആര് വന്നാലും ഫുഡ് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടറിവുകളാണ് പലരും പറയുന്ന. ആ കുടുംബമായിട്ട് നമ്മൾ എപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വീട്ടില് പറഞ്ഞ സ്റ്റാർട്ടിങ് ഫ്രം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആര് വന്നാലും അവർ കഴിച്ചിട്ടേ പോകുള്ളൂ. അപ്പം ആ കൈപ്പുണ്യമൊക്കെയാണ്, അമ്മയുടെ കൈപ്പുണ്യമൊക്കെയാണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത് അല്ലേ? ഐ ഹോപ്പ് സോ. അതെ. അപ്പം അങ്ങനെയായിരുന്നു, ആ റിഫൈൻ സോൾ ആയിരുന്നു അമ്മയും. അമ്മ രണ്ട് പക്ഷേ പെട്ടെന്ന് അമ്മയാണ് പോയത് അല്ലേ? മമ്മി വന്നിട്ട് 57 ആയിരുന്നു. ഷീ വാസ് ഓൺലി 57. എന്തെങ്കിലും മമ്മിക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഷീ ഹാഡ് 3 ഓപ്പൺ ഹാർട്ട് സർജറീസ്. എന്നിട്ട് ഷീ ലിവ്ഡ് ഫോർ 6 years. അറിയാൻ വൈകില്ലേ? ഇല്ല, മമ്മിക്ക് അന്ന് പണ്ട് എനിക്ക് തോന്നുന്നു 79 ഒരു സർജറി ഉണ്ടായി. അത് വന്നിട്ട് പക്ഷേ മൈട്രൽ വാൽവ് സ്റ്റെനോസിസ് ആയിരുന്നു. അപ്പം ജസ്റ്റ് ആ വാൽവ് ഒന്ന് വൈഡൻ ചെയ്യുന്ന സർജറി ആയിരുന്നു. ഡോക്ടർ സോളമൻ വിക്ടർ ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞ ഹാർട്ട് വന്നിട്ട് ഇതായി ആ വാൽവ് മാറ്റണം എന്നായി. അപ്പം നമ്മൾ അമേരിക്കയിൽ ഡോക്ടർ ഡെൻറ്റൻ കൂലി പറഞ്ഞിട്ട് അവിടെയാണ് പോയി ചെയ്തത്. നമ്മൾ തിരിച്ച് വന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ വാൽവ് മാൽ ഫങ്ഷനായി. അപ്പോൾ തിരിച്ചും ഡോക്ടർ സോൾമൻ വിക്ടർ വീണ്ടും മദ്രാസിൽ വെച്ച് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ബാക്ടീരിയ സെറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ ഹീ സെഡ് ഇനിയും 3ാമത്തെ പ്രാവശ്യം എല്ലാ സ്ഥലത്തും ഓപ്പൺ ചെയ്തു, ഇനിയും പറ്റില്ല. പിന്നെ ഡോക്ടർ KM ചെറിയൻത്ത് ഡാഡി പറഞ്ഞപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു 98% she will die on the table, 2% she might survive. But ഡാഡി പറഞ്ഞു I want to take the 2% chance. എന്താ വെച്ചാൽ ഡാഡി പറഞ്ഞു നാളെ സപ്പോസ് ഞാൻ ആ സർജറി ചെയ്തില്ല ആൻഡ് സംതിങ് ഹാപ്പൻസ്, നാളെ ഞാൻ എന്നിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് സർവൈവ്ഡ്. ആ ഒരു റിഗ്രറ്റ് എനിക്ക് വേണ്ട പറഞ്ഞ് ഡോക്ടർ വിൽ ഗോ അഹെഡ് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡാഡി ഒരാളുടെ കാലിൽ വീണത് കാണുന്നത്, ഡോക്ടർ KM ചെറിയൻ്റെ. ബിക്കോസ് ദ സർജറി സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞപ്പം പിന്നെ ഷീ ലിവ്ഡ് ഫോർ 6 years. ആൻഡ് ആ 6 yearsൽ
ഞാൻ എപ്പോഴും പറയും മമ്മിയും ഞാൻ ഉള്ളപ്പോൾ പിന്നെ ആരാ പേഷ്യൻ്റ് ചോദിച്ചാൽ എന്നെ പറയും, ബിക്കോസ് മമ്മി അത്രയും ആക്റ്റീവ് ആയിരുന്നു. അത് ശരി. ഒരുപാട് വേദനകൾ തന്നൊരു വിയോഗങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. പക്ഷെ എങ്കിലും അമ്മയുടെ വിയോഗമാണെങ്കിലും വിവാഹശേഷവും ഒരു നല്ല അമ്മയും ഒരു അച്ഛനെയും. മമ്മിക്ക് എല്ലാം ഗ്രാൻഡ് ചിൽഡ്രനെ കാണാൻ പറ്റി. അതെ അതെ അതെ. അപ്പൂനെയൊക്കെ കണ്ടിട്ടാണ് അല്ലേ? അപ്പൂനെ മയം കണ്ടു. കാരണം മായയുടെ 2nd ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെ ആയിരുന്നു. ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? ഭയങ്കര ഇഷ്ടമായിരുന്നു, ക്ലോസ് ആയിരുന്നു. മായനെ പറഞ്ഞാൽ മമ്മി ആക്ച്വലി നമ്മൾ വന്നിട്ട് അവിടെ ഇരുന്ന് ഒരു 2-3 days എക്സ്റ്റെൻഡ് ചെയ്തു ട്രിപ്പ്. അന്ന് വന്നിട്ട് യാത്രാമൊഴിൻ്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തിരുന്ന് കാലിക്കറ്റ് പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് പോയായിരുന്നു. ഞാൻ ഒറ്റപ്പാലത്തിരുന്ന് തിരിച്ച് വരായിരുന്നപ്പം ശിവാജി മാമ പറഞ്ഞു നീ വാ കാലിക്കറ്റിലേക്കും കൂടി വാ, അപ്പോൾ നീ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കാലിക്കറ്റ് പോയി. അവിടെ വെച്ചിട്ടാണ് ഇത്. അപ്പം മമ്മി അന്ന് മായനെ കാണും പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാലിക്കറ്റ് പോയപ്പോൾ മമ്മി ഭയങ്കര അപ്സെറ്റായി, നമ്മൾ വന്നിട്ട് നേരത്തെ പോയില്ല എന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കാണാനും പറ്റിയില്ല. വിവാഹശേഷം ലാലേട്ടൻ്റെ ഒരു കുടുംബത്തിലേക്ക് വരികയാണ്. അവിടെ ഒരു സ്നേഹനിധിയായ അമ്മ ഉണ്ടായിരുന്നു. ഓ അല്ലേ? അച്ഛനും എങ്ങനെയുണ്ടായിരുന്നു? ആ അമ്മ എങ്ങനെയൊക്കെയാണ്? ഒരു രണ്ടുപേരും ടോട്ടലി ഡിഫറെന്റ്. അതെ. എൻ്റെ അമ്മ അങ്ങനെ അധികം സംസാരിക്കില്ല, ഭയങ്കര ക്വയറ്റ് ആയിരുന്നു. ഇവിടെ അമ്മ വന്നിട്ട് ഫുൾ ടൈം സംസാരിക്കുന്നു, നമ്മളൊന്നും മിണ്ടണ്ട, അമ്മ ഇങ്ങോട്ട് മിണ്ടിക്കുള്ളൂ. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പം ഞാൻ എന്നിട്ട് കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഇങ്ങനെ കുറേ ബക്ക് എന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഈ ചേട്ടന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്വയറ്റായി. അപ്പോൾ എല്ലാവരും പറയും ഇതെന്താ നീ ഇങ്ങനെ ആകെ മാറി, നീ ക്വയറ്റായി. പക്ഷേ ഇവിടെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, അമ്മ സംസാരിച്ചോളൂ. അപ്പം ഞാൻ എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോൾ അമ്മ പറയും എന്നാൽ മോളിവിടെ ഇരുന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യാൻ ഒരു ദിവസം അമ്മ പറഞ്ഞു അയ്യോ ഇതെന്താ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അല്ല ഇത് ഇങ്ങനെ സുന്ദരിയായിട്ട്, ഞാൻ പറഞ്ഞു വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതിൽ എന്ത് സുന്ദരിയും അല്ല അതൊക്കെ കറക്റ്റ് അതേ സൈസിൽ കുഞ്ഞായിട്ട് അതേ സൈസിൽ ഉണ്ടാവണം. പിന്നെ പറഞ്ഞു ഞാൻ തന്നെ കട്ട് ചെയ്തോളാം പറഞ്ഞു. അമ്മ വാങ്ങിച്ചു. അമ്മ പറഞ്ഞു മോൾ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ സംസാരം അത് കേട്ടിട്ട് ഇവിടെ ചുമ്മാ ഇരുന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ അമ്മ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു. അമ്മ പിന്നെ സംസാരിക്കുന്നത് യു മെറ്റ് ഹർ, ചെറിയ കുട്ടീൻ്റെ പോലെയാണല്ലോ ശബ്ദവും അമ്മ വന്നിട്ട് നമ്മള് അങ്ങനെ പണിയൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. അവിടെ മമ്മിയും അതുപോലെ തന്നെ ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഭയങ്കര 2 സൈഡിലും മമ്മി ഭയങ്കര ക്വയറ്റ് ആയിട്ട് ലവ് കാണിക്കുക, അമ്മ ഭയങ്കര ലൗഡല്ല, നമുക്ക് നന്നായി പ്രകടിപ്പിക്കും. ലാലേട്ടൻ അമ്മയെ കെയർ ചെയ്തിരുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഏത് നിമിഷത്തിലും ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അമ്മയെ വിളിച്ച് ഫോണിലേക്ക് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം ഭയങ്കരമായിരുന്നു. അത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് ഭയങ്കര ഒരു സ്പെഷ്യൽ ബോണ്ട് എന്ന് തന്നെ പറയാം അമ്മയായിട്ട്. അത് എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാ ആമക്കൾക്ക് അമ്മയായിട്ട് ഭയങ്കര ഇതാണ്. പക്ഷെ ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചേട്ടന് സുഖമില്ലാച്ച അമ്മയ്ക്ക് എന്തോ അമ്മ വിളിച്ച് ചോദിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യൽ കണക്ഷൻ ആയിരുന്നു അമ്മയായിട്ട്. എൻ്റെ അമ്മ ഇവിടെ ആയിരുന്നല്ലോ, കൊച്ചിനിലായിരുന്നു. ലാസ്റ്റ് 14 years ആയിട്ട് അമ്മ ബെഡ് റിഡൻ ആയിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു അമ്മ ആയതുകൊണ്ട് ഞാൻ എന്നിട്ട് എപ്പോഴും പറയും അമ്മ വന്നിട്ട് സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് ഫുൾ പാരലൈസ്ഡ് ആയിരുന്നു. ഈവൻ അമ്മയുടെ സ്പീച്ചും എഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അമ്മയുടെ ഒരു എനർജി, ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ്. പറഞ്ഞാൽ നമ്മളൊക്കെ പോകുമ്പോഴും അമ്മ വന്നിട്ട് ആ ഒരു ഇത് എപ്പോഴെങ്കിലും ഒരുക്കി വന്നിട്ട് ഇങ്ങനെ കാണിക്കാം എനിക്ക് എന്തിനാ ഇങ്ങനെ ആയത് എന്ന്. പക്ഷെ അല്ലാതെ ആ ഒരു ഇതേ കാണിക്കും. പിന്നെ അമ്മേനെ നോക്കാൻ പ്രസന്ന പറഞ്ഞിട്ട് അമ്മയുടെ പണ്ട് ഷൺമുഖം പറഞ്ഞ ഡ്രൈവറിൻ്റെ ഷമ്മുവിൻ്റെ വൈഫാണ് പ്രസന്ന. അവര് വന്ന് അവരുടെ പോലെ അത്രയും പക്കയായിട്ട് ഹോം നേഴ്സൊന്നും അല്ല അവര് അങ്ങനെയല്ല നമ്മള് അയ്യോ അത്രയും നന്നായിട്ട് പറഞ്ഞാൽ അവരുള്ളതുകൊണ്ട് നമുക്ക് എവിടെയും പോണ്ടിച്ചാലും നമുക്ക് അറിയാം ഷീസ് ഇൻ ഗുഡ് ഹാൻഡ്സ് എന്ന്. ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് അവരായിട്ട് ഭയങ്കര സിങ്കാണ്. ആൻഡ് അമ്മ നമ്മൾ പോകുമ്പോഴും പിള്ളേർ വരുമ്പോഴൊക്കെ ഇപ്പം ഈ മായ ആക്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ചുമ്മാ അമ്മേനെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാം അമ്മയായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ അമ്മ ഞാൻ ഒരു സിനിമയിലാക്ട് എന്ത് ചെയ്താലും പറ്റില്ല. ഞാൻ പറയും അമ്മ അമ്മയുടെ മോൻ്റെ വൈഫായിട്ട് പറ്റില്ല. അതായത് മായ
ഞാൻ പറഞ്ഞു അത് സാരില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആദ്യം അമ്മ നോ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു അമ്മ ഇപ്പം പിള്ളേരൊക്കെ ആക്ട് ചെയ്യണത്. അപ്പോൾ അമ്മ പറഞ്ഞു മായ കുഴപ്പമില്ല ആക്ട് ചെയ്തിട്ട്. എന്നിട്ട് അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കും. ഫൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം എക്സ്പ്രഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ തമ്മിൽ ഭയങ്കര ഇതായിരുന്നു, എൻകറേജ്മെന്റ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് അമ്മ എന്നിട്ട് ശരിക്കും ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു നിയോഗങ്ങളും ചില നിമിത്തങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ ഒരു യോഗം ഈശ്വരൻ നമുക്ക് തരികയാണ് അല്ലേ. അങ്ങനെ ഒരു റിഫൈൻസിൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് വരാനും അതിൻ്റെ കൂടെ നിൽക്കാനും അവരുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങാനും ഒക്കെ നമുക്കും ഭാഗ്യം ഉണ്ടാകും എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ അമ്മയുടെ അടുത്തെങ്കിലും വെറുതെ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ അഭിനയിക്കട്ടെ എന്നുള്ളത് വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അക്കാലത്ത് ഒരു സിനിമയിൽ ഒരു നായികയായിട്ട് അഭിനയിക്കാൻ ഒരു പാടുമില്ലാത്ത ഒരാളായിരുന്നു ചേച്ചിക്ക്. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ഫാദർ നമ്മളിനെ ആ ഒരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പറഞ്ഞ ഫസ്റ്റ് ഡേ പൂജ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആ ഒരു ഇൻവോൾവ്മെന്റേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ സിനിമയായിട്ട്. അപ്പൊ അങ്ങനെ ആക്ട് ചെയ്യണം ഒരു ആഗ്രഹമൊന്നുമില്ല. നമ്മൾ സ്കൂൾ പ്ലേയിൽ ഞാൻ ചെയ്യുന്നത്, എൻ്റെ സിസ്റ്ററും ബ്രദറും അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റാ. ഇപ്പൊ മായൊക്കെ കണ്ടില്ലേ ആദ്യം സ്റ്റേജിൽ വന്നപ്പോൾ അവർ പറയണ്ട അറ്റ്ലീസ്റ്റ് അവൾ വന്നിട്ട് പോയി നമ്മൾ അതുപോലും ചെയ്യില്ല. അവർക്ക് ഇപ്പോഴും ഭയങ്കര ഇതാണ്. അപ്പം ആ ഒരു ഇതില് പിന്നെയും ഡ്രാമയിൽ സ്കൂൾ പ്ലേയിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അങ്ങനെ ആഗ്രഹമേ തോന്നിയിട്ടില്ല. ഇനിയൊട്ടും ഇല്ല, ഇനിയും ഒരു ആഗ്രഹമില്ല. ഇല്ല ഇല്ല. അതായത് ചേട്ടന്റെ ഭാര്യയായിട്ടെങ്കിലും അഭിനയിക്കാൻ അങ്ങനെ ഒരു നാളെ ഒരാൾ അങ്ങനെ ഇതില് ജൂഡ് പറഞ്ഞു ചേച്ചി ഒരു സീൻ ജസ്റ്റ് കാറിൽ പാസ് ചെയ്യുന്ന പോലെ അങ്ങനെ. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ എന്നിട്ട് ബിഹൈൻഡ് ദ ക്യാമറ ആക്ട് ചെയ്യാം, ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അച്ഛന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ലാലേട്ടനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? ഡാഡി ആക്ടിങ് ഒക്കെ നിർത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പറയാറുണ്ടോ മരുമകനെ കുറിച്ചൊക്കെ അച്ഛൻ? ഡാഡിക്ക് ചേട്ടൻ ഭയങ്കര കാര്യമായിരുന്നു. ഒരു പറഞ്ഞ ചേട്ടൻ വരുമ്പോഴൊക്കെ അവർ തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ തന്നെ വേറെ ഒരു ഇതായിരുന്നു. അവരിരുന്ന് സംസാരിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ ഡാഡിക്ക് അറിയാം ചേട്ടൻ വന്നിട്ട് ഈ ലേറ്റായിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വരുമ്പം പറയും ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ ഡാഡി കറക്റ്റായിട്ട് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും നമ്മൾ ചെന്നൈയിലുള്ളപ്പം. എന്നിട്ട് പറയും ഐസ്ക്രീം കൊടുത്താൽ നീ അപ്പം കറക്റ്റായി അന്ന് രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടൻ പറയും ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. നോക്കുമ്പോൾ ഡാഡി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഫ്രീസറിൽ, ബി സ്റ്റോക്ക്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. സിനിമാ നടൻ എന്ന് പറയുന്ന ഒരു നടനോടുള്ള ഇഷ്ടമാണോ വിവാഹത്തിലെത്തിച്ചത്, അല്ലെങ്കിൽ അതിനു മുമ്പേ? അതെ, ഞാൻ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ ചേട്ടന്. അപ്പം ഞാൻ എന്നിട്ട് ആദ്യം എനിക്ക് തോന്നുന്നു മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒരു. അപ്പം പക്ഷെ അതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈവൻ ആശിഷ എന്നിട്ട് ഈ സിനിമയിൽ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ ഇരുന്നൊക്കെ പറയുന്നുണ്ട് കുറേ. ഞാൻ പറഞ്ഞു അവൻ അത്രയും നന്നായിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു റിയാക്ഷൻ കിട്ടുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു ചേട്ടന് അത്രയും നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും ഇഷ്ടമില്ലാതെ ഒരു ആളെ മാറി. ബട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മാമാട്ടുകുട്ടിയമ്മ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഒരു വലിയ ഫാൻ ആയിരുന്നു. അങ്ങനെ രജനീകാന്ത് ആയിരുന്നു നല്ല ഫാൻ, മോഹൻലാൽ ആയിരുന്നു നല്ല തമിഴില് രജനീകാന്ത്, ഇവിടെ ലാൽ സാർ തന്നെ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. രജനീകാന്ത് ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇരുന്ന എനിക്ക് ആ ഒരു സ്റ്റാർ ക്രേസ് പറഞ്ഞ ആ ഒരു ഫാൻ അത് ഇന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ പറഞ്ഞ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു എന്താ പറയാ സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ഇടുന്നതും അതൊക്കെ ഒരു നോട്ടം തന്നെ ഡിഫറെന്റ് നടത്ത. അത് വേറെ ആർക്കും കഴിയത്തില്ല അങ്ങനെ ഒരു മാജിക് ഉണ്ടാക്കാൻ. ഇപ്പൊ കമൽ രജനി 2 ആൾക്കാരായിരുന്നല്ലോ അന്ന് തമിഴില്. ആ സമയത്തൊക്കെ നമ്മൾ തമിഴാണല്ലോ കുറെ കാണുന്ന മെഡ്രാസില്. അപ്പം കമൽ ആക്ടിങ്ങില് വലിയതാണ്, പക്ഷെ എനിക്ക് രജനീകാന്ത് ഫാൻ. ലാലേട്ടനോടുള്ള ആരാധന വരുന്നു സ്വാഭാവികമായിട്ടും. നമ്മുടെ ആഗ്രഹം ഇദ്ദേഹത്തിനെ വിവാഹം കഴിക്കണമെന്നൊരു തോന്നൽ എപ്പോഴാണ് വരുന്നത്, ഏത് ഘട്ടത്തിലാണ്? മെറിലൻഡ് സ്റ്റുഡിയോസ് മറ്റേ മുരുകമാമ നമ്മളൊക്കെ അവരുടെ ഫാമിലി ആയിട്ട് ഭയങ്കര ഞാൻ ജനിക്കുന്ന മുമ്പ് ഇരുന്ന് ഡാഡിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം അങ്ങനെ മുരുകമാമയുടെ കല്യാണത്തിന് ഞാൻ പോയപ്പോഴാണ് ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ. അന്ന് ഒരു ഫാൻ ഒരു ആ ഒരു ഇതിൽ പോയി കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഇന്ന് വരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല.
ബട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു. അല്ല, വീട്ടിലപ്പോൾ എതിർപ്പൊന്നും ഉണ്ടായിരുന്നു? എന്തെങ്കിലും? ഒന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു സുകുമാരി ആൻറ്റി വഴിക്ക് ചോദിക്കുക. എന്താ വെച്ചാൽ ഡാഡിക്ക് സുകുമാരി ആൻറ്റീനെ നന്നായി അറിയായിരുന്നു. അപ്പം അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് വിവാഹമായി 88 ഒരു ഏപ്രിൽ മാസം അല്ലേ? 28 വിവാഹം നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. അല്ല, നമ്മുടെ പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ കുറിച്ച് ലോകം മുഴുവനും അറിയാം. അദ്ദേഹത്തെ ആക്ടിങ്ങിനെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് അറിയാമെന്ന്. പക്ഷേ അദ്ദേഹം ഒരു ഭർത്താവ്, ഹസ്ബൻഡ്, ഒരു ഫാദർ, ആ രീതിയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? അത് കറക്റ്റായിട്ട് ചേച്ചിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ആസ് എ ഹസ്ബൻഡ് എനിക്ക് വന്നിട്ട് അങ്ങനെ ഒരു കംപ്ലയിൻസ് ആയിട്ട് ഒന്നും ഇല്ല. പറഞ്ഞ ഒരു ഓഫ് കോഴ്സ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറേ ദിവസം കാണാതൊക്കെ ഇരിക്കും. പക്ഷെ അതും ഞാൻ ഇങ്ങനെ ഒരാളിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫാദർ വന്നിട്ട് പറഞ്ഞൊരു അഡ്വൈസ്, നീ ആദ്യം ആലോചിച്ചിട്ട് വേണം. ബിക്കോസ് നീ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ ഈ ഒരു ഓക്യുപ്പേഷനുള്ള ആളിനെ കല്യാണം കഴിക്കാൻ പോണേ. അപ്പം ചില ദിവസം ചിലപ്പോൾ ലേറ്റായിട്ട് വരും, ചിലപ്പോൾ കുറേ ദിവസം വന്നില്ല എന്നിരിക്കും ഷൂട്ടിങ്ങിന് പോയിട്ട്. അപ്പോഴൊക്കെ നീ വരുമ്പോൾ മുഖം വീർപ്പിച്ചിരുന്നാൽ ഇത് നടക്കില്ല, ശരിയാവില്ല. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളപ്പം നീ കുറേ യു ഹിയർ എ ലോട്ട് ഓഫ് തിങ്സ്. അത് നീ വന്നിട്ട് യു ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. പറഞ്ഞാൽ ഞാൻ ഇപ്പം ഈവൻ എൻ്റെ അമ്മ വന്നിട്ട് ഈവൻ ദോ ഭയങ്കര ക്വയറ്റാണ്, ബട്ട് ഷീ ഹാൻഡിൽഡ് എവറിത്തിങ്. ഡാഡി ഇതുപോലെ ഔട്ട്ഡോർ ലൊക്കേഷന് പോയാൽ കുറച്ച് ദിവസം ആവും ചിലപ്പോൾ. ആ സമയത്തൊക്കെ ഇപ്പം ഈവൻ ക്വിക്കർ, അന്ന് വന്നിട്ട് കുറേ ദിവസം എടുക്കുമല്ലോ. അപ്പോൾ യു സീ യുവർ മദർ അഡ്ജസ്റ്റിങ്. അതുപോലെ യു ഷുഡ് ഓൾസോ. നാളെ വന്നിട്ട് ഡാഡി അങ്ങനെ പറഞ്ഞ് കറഞ്ഞു വന്നാൽ ഞാൻ തന്നെ തിരിച്ച് വീട്ടിലൊന്നും എടുക്കില്ല. അതുകൊണ്ട് എല്ലാം ആലോചിച്ചിട്ട് നീ. അപ്പോൾ അങ്ങനെ ഓൾറെഡി ആ ഒരു ഇത് ഉണ്ടായി. പിന്നെ ഡാഡി വന്നിട്ട് ഈ ഡാഡി തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു, ലാൽ യു ആർ സ്പോയിലിംഗ് ഹെർ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഡാഡി വന്നിട്ട് എങ്ങനെ വളർത്തിയോ അതിൻ്റെ കാട്ടിലും അറ്റ്ലീസ്റ്റ് ആ സെയിം ഇത് അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ആയിട്ട് ഞാൻ നോക്കണ്ടേ. അപ്പം ഞാൻ സ്പോയിൽ ചെയ്യണ്ടെന്ന് അങ്ങനെ. അതുകൊണ്ട് അത്രയും ആ ഒരു. പിന്നെ റെസ്പെക്റ്റ്, അത് വന്നിട്ട് ഹി ഗിവ്സ് മീ ദ റെസ്പെക്റ്റ് ഐ ഡിസേർവ്. ആൻഡ് എപ്പോഴും ഭയങ്കര ലവബിളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ പുതിയതിലും അതിന് മുമ്പ് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഡാഡി വന്നിട്ട് എൻ്റെ കസിൻസ് വന്നിട്ട് പറഞ്ഞു, ഇയാൾ എന്ത് ടെലിഫോൺ എക്സ്ചേഞ്ച് ഇയാളുടെ ആണോ? അന്നൊക്കെ ട്രങ്ക് കോളൊക്കെ ആയിരുന്നല്ലോ. ഐ മീൻ STD ആയിരുന്നു, ട്രങ്ക് കോളല്ല STD ആയിരുന്നു. അപ്പോൾ ഡാഡി പറയും, ഇയാൾ ഇപ്പോൾ വന്നിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് വാട്സാപ്പ് കോളൊക്കെ ഉണ്ടാകും. അന്ന് അതൊന്നും ഇല്ല. പറഞ്ഞു, ഇയാൾക്ക് എന്താ ടെലിഫോൺ എക്സ്ചേഞ്ച് ഇയാളുടെ ആണെന്നാണ് വിചാരം, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക്. ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിക്കാറേ ഇല്ല, ഇങ്ങോട്ട് വിളിച്ചു സുച്ചി അല്ലെങ്കിൽ അമ്മ അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു ഈ പിള്ളേർ എല്ലാം വീട്ടിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ മമ്മ പപ്പ പിള്ളേർ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഹസ്ബൻഡ് വൈഫ് ഇങ്ങോട്ടും അങ്ങോട്ടും പപ്പ മമ്മ എന്ന് വിളിക്കും. അതുപോലെ ആയിരിക്കും അമ്മ എന്ന് വിളിക്കും. പക്ഷെ സുച്ചിന്ന അങ്ങോട്ട് ചേട്ടാന്ന് വിളിച്ചാണ് ഞങ്ങൾ കേട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഓമന പേരുണ്ടോ ലാലേട്ടനെ വിളിക്കാറുള്ളത്? ഇല്ല, കല്യാണത്തിന് മുമ്പ് ഞാൻ മറ്റേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് അത് വലിയൊരു ഇതായിപ്പോയി. ചേട്ടന് വന്നിട്ട് കോഡ് വേർഡ് ഉണ്ട് SKP എന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ ഞാനും എൻ്റെ കസിൻസും എൻ്റെ ഫ്രണ്ട്സും നമ്മൾ തമ്മിലൊക്കെ. അല്ലാതെ ഞാൻ ചേട്ടൻ തന്നെ. സിനിമകളുടെ പരാജയങ്ങളോ ജയങ്ങളോ അതുപോലെ ആരോപണങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തും തലയിൽ കയറ്റി വെക്കാറില്ല. ഒരു വളരെ നല്ല ശീലമുണ്ട്, അതിനെക്കുറിച്ച് ഓർക്കാറുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കറക്റ്റാണ്, അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം വിജയിച്ചാലോ തോൽവിയാലോ അങ്ങനെ ഒന്നും വിഷയങ്ങളല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ പുള്ളിക്ക് ഒന്ന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പക്ഷെ അത്തരം വിവാദങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അല്ലെങ്കിൽ ഈ ജയപരാജയങ്ങളോ ഒക്കെ ചേച്ചിയെ സംബന്ധിച്ചോളം അത് എഫക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, എന്നെ അത് എഫക്ട് ചെയ്യാറില്ല. ഇല്ല, ഇൻഫാക്ട് ഞാനും ചേട്ടൻ പറയുന്ന പോലെ ആരും ഒരു മോശമായ പടം എടുക്കണം എന്ന് വിചാരിച്ച് എടുക്കാറില്ലല്ലോ. എല്ലാവരും നല്ല പടമായിരിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ ചില സമയത്ത് അത് അവർ വിചാരിക്കുന്ന പോലെ നടക്കാറില്ല. ആൻഡ് ആൾക്കാർക്കും ഇപ്പോൾ വന്നിട്ട് എല്ലാവർക്കും ചിലർക്ക് ഇഷ്ടവുമായിരിക്കും, കുറേ ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അപ്പം ആ പടം
അൺഫോർച്ചുനേറ്റ്ലി നന്നായി പോവില്ല. ബട്ട് ചേട്ടൻ ഇപ്പോഴും പറയുന്നത് എന്താ, ഞാൻ എന്നിട്ട് ഒരു പടം തുടങ്ങുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മൈ ഫസ്റ്റ് ഡേ ഈവൻ ടുഡേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അവരുടെ എല്ലാം കൊടുക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പബ്ലിക് ഹാസ് ടു ഡിസൈഡ് അവർക്ക് വന്നിട്ട് ഇഷ്ടമുണ്ടോ ഇല്ല, അത് പിന്നെ അറിയുള്ളൂ. സോ ആസ് ലോങ് ആസ് യു ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്, ദാറ്റ്സ് വാട്ട് മാറ്റർ. നമ്മൾ കൊടുക്കാൻ നമ്മുടെ എഫേർട്ട് കൊടുത്തു, അത് കിട്ടുന്നത് അവിടുത്തെ ഗ്രേസ് ആയിരിക്കാം അല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരം ഈ പറഞ്ഞ ലാലേട്ടനെ പോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ. ഞാൻ പിള്ളേർക്ക് അത് തന്നെയാണ് പറയാറ്. ഞാൻ പറയാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി അത് ചെയ്യൂ. അതുപോലെ അവരിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആസ് യു ഗ്രോ യു ഗെറ്റ് ബെറ്റർ. അപ്പം മായത്തെ ഞാൻ പറഞ്ഞു, ദിസ് യുവർ ഫസ്റ്റ് ഫിലിം. ഇത് കഴിഞ്ഞിട്ട് നീ കുറേ ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും, കുറേ ആൾക്കാർക്ക് ഇഷ്ടമാവില്ലായിരിക്കും. പക്ഷെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നിന്റെ ബെസ്റ്റ് ടു യുവർ ബെസ്റ്റ് നീ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡോണ്ട് ലെറ്റ് ഇറ്റ് എഫക്റ്റ് യു. ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് മോശം പറഞ്ഞാൽ ടേക്ക് ഇറ്റ് ആസ് ഒരു അഡ്വൈസ് പോലെ. ഇപ്പം അവർ വന്നിട്ട് ഇതിൽ നന്നായിട്ടില്ല, ഇത് നന്നായി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ യു ട്രൈ ടു ബെറ്റർ ഇറ്റ് ദ നെക്സ്റ്റ് ടൈം. അല്ലാതെ അയ്യോ അവരിങ്ങനെ പറഞ്ഞിട്ട് അപ്സെറ്റ് ആയിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൂന് വന്നിട്ട് അപ്പം മായ വന്നിട്ട് കുറച്ചും കൂടി സെൻസിറ്റീവാണ്. അതുകൊണ്ട് അവൾ വന്നിട്ട് കമൻസ് അങ്ങനെ വായിക്കില്ല, ബിക്കോസ് അവളിനെ എഫക്റ്റ് ചെയ്യും. അപ്പു വന്നിട്ട് അവൻ ഇത് തുടങ്ങിയപ്പോൾ ഇരുന്ന് ആദി സിനിമ വന്നപ്പം ഞാൻ എന്നിട്ട് ഈ കമൻസ്, എനിക്ക് മലയാളം വായിക്കാൻ അറിയാം പറഞ്ഞാൽ അത് വൺ ഓഫ് ദ ഗുഡ് തിങ്സ്. ഈ മാരേജ് ഇത് വന്നപ്പം ഞാൻ മലയാളം ഈ മാഗസിൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിങ്ങനെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് ഈ സിനിമേൻ്റെ പേരറിയാം. അപ്പോൾ അതിൻ്റെ അക്ഷരം ഇങ്ങനെ കൂട്ടി വായിച്ച് ഇപ്പം ഐ ക്യാൻ റീഡ് മലയാളം. അപ്പം ഞാൻ ഈ കമൻസ് ഒക്കെ അവനെ വായിക്കും. എന്നിട്ട് ഏറ്റവും മോശം കമൻസ് ആണ് ഞാൻ വായിച്ചിട്ട് ഞാൻ ചിരിക്കും. അങ്ങനെ ചെയ്താൽ അപ്പോൾ അവൻ പറയാം, അമ്മ ലുക്സ് ലൈക്ക് ആസ് അമ്മ ഏറ്റവും മോശമായ കമൻറ്റ്. ഞാൻ പറഞ്ഞാൽ അതെ. എന്നിട്ട് അപ്പോൾ അവനും ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവനെ ഇപ്പം അത് മോശമായ കമൻസ് ആണ് വെച്ചാൽ അവൻ തന്നെ കാണിച്ച് അവൻ ചിരിക്കും. സോ ഐ ഡോണ്ട് വാണ്ട് ദം ടു ബി എഫക്റ്റഡ്. പിന്നെ ഞാൻ പറയും, ടേക്ക് ഇറ്റ് ആസ് അഡ്വൈസ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ നെഗറ്റീവ് കമൻറ്റ്. അതൊരു അഡ്വൈസ് ആയിട്ട് എടുത്താൽ മതി. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം. ആ ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഇത് ഡോണ്ട് ലെറ്റ് തിങ്സ് എഫക്റ്റ് യു. നന്നായി പോയാൽ ബി ഹാപ്പി, നന്നായി പോയില്ല വെച്ചാൽ ഓഫ് കോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് ഇറ്റ്സ് എ ലോസ്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എല്ലാവരും ബിഹൈൻഡ് ദ സീൻസ് കുറേ ടെക്നീഷ്യൻസ് എല്ലാവരും അത്രയും അവരുടെ സ്വെറ്റ് അതിൽ ഹാസ് ഗോൺ ഇൻ ടു ഇറ്റ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരും. അല്ലാതെ ഡോണ്ട് ലെറ്റ് ഇറ്റ് എഫക്റ്റ് യു മെന്റലി. എന്നാലും ഒരു ചെറിയ വിഷമം വരാറുണ്ടോ ഇങ്ങനെ, മീൻസ് ആരോപണങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ? ഈ ഇടയ്ക്ക് മായൻ്റെ പറ്റി തന്നെ കുറേ വന്നിരുന്നു. ഇതൊക്കെ അപ്പം അവളും പറഞ്ഞു, അമ്മ ഇതൊക്കെ എന്നെ അറിയാത്ത ആൾക്കാരാണ്. അപ്പം അവൾ ഈ കമൻസ് വായിക്കില്ല. പക്ഷെ മറ്റവർ പറഞ്ഞ് കേട്ടിട്ട് അവൾ പറഞ്ഞു, ഇവർക്കൊക്കെ എന്നെ ആകെ 5 മിനിറ്റ്സിന് അറിയാം. സിനിമയിൽ കാണുന്നത് ഐ മീൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് അല്ലെങ്കിൽ സ്റ്റേജ് എസ്പെഷ്യലി അന്ന് എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിൽ അവൾ കുറേ ഇങ്ങനെ അവളുടെ മാനറിസം തന്നെ കുറച്ച് തല ഇങ്ങനെ വെട്ടി സംസാരിക്കുന്ന ആ ഒരു ഇതാണ്. പിന്നെ കുറേ കൈ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും എൻ്റെ അടുത്തിരുന്ന് കിട്ടിയതായിരിക്കാം, കുറച്ച് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ നെർവസ് ആവുമ്പം അത് കുറച്ചും കൂടി പ്രൊനൗൺസ്ഡ് ആവും. അവളാണെന്ന് വെച്ചാൽ ആദ്യം വന്നിട്ട് നമ്മൾ പറഞ്ഞു, നീ ഒന്നും സംസാരിക്കണ്ട, ചുമ്മാ പോയിട്ട്. പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞപ്പം ഷീ ഈസ് നോട്ട് പ്രിപ്പയർഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. എന്നിട്ടും അവൾ വന്ന് പോയി ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പം അവൾ പറയണത്, അമ്മ ഇവരൊക്കെ എന്നെ അറിയില്ല, അവർക്ക് വന്നിട്ട് ഒരാൾ നെർവസ് ആവുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ എനിക്ക് വന്നിട്ട് ഇറ്റ്സ് ലൈക്ക് ഐ ഹാവ് വൺ എ ബാറ്റിൽ. ബിക്കോസ് ഇൻ സ്പൈറ്റ് ഓഫ് ഇത്രയും നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നാലും ഐ പുട്ട് മൈ സെൽഫ് ഔട്ട് ദെയർ. ഞാൻ സ്റ്റേജിൽ പോയി. അത് തന്നെ എനിക്ക് വന്നിട്ട് ഒരു വിക്ടറിയാണ്. ആൻഡ് അതാലോചിച്ചപ്പോൾ ഈവൻ ഐ തോട്ട് യെസ്, ഐ എം ഓൾസോ വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് യു വെൻറ്റ് ഔട്ട് ദെയർ.